Hi everyone, this is Shafi Muhammad. Welcome to this new video. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ബിസിനസ് ആരംഭിച്ച് എങ്ങനെ വിജയിപ്പിച്ചെടുക്കാം എന്ന വിഷയത്തെക്കുറിച്ചാണ്. 8 ടിപ്സുകളാണ് ഈ വീഡിയോയിൽ ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പാർട്ട് 1, പാർട്ട് 2 എന്നുള്ള രൂപത്തിൽ 2 വീഡിയോകളായിട്ടാണ് ഇത് ഷെയർ ചെയ്യുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിലോട്ട് നമുക്ക് പോകാം. പോകുന്നതിന് മുൻപ് പറയാനുള്ളത് ബിസിനസിനെ കുറിച്ച് ഒരുപാട് ഗവേഷണം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് പീറ്റർ ഡ്രക്കർ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി. ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു വാചകമുണ്ട്: ബിസിനസ് ഇസ് നത്തിങ് ബട്ട് ഇന്നോവേഷൻ ആൻഡ് മാർക്കറ്റിംഗ്. ബിസിനസ് എന്ന് പറയുന്നത് വളരെ മികച്ച രീതിയിലുള്ള പുതിയൊരു നല്ലൊരു ആശയം കണ്ടെത്തിയിട്ട് അതിനെ മികച്ച രീതിയിൽ ബിസിനസ് ആക്കി മാറ്റിയിട്ട് മാർക്കറ്റ് ചെയ്യുന്ന വ്യക്തിക്ക് നന്നായിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇന്നോവേഷനാണ്. നമ്മൾ നിലവിൽ ഇതുവരെ ആരും കൊണ്ടുവരാത്ത പുതിയ രീതിയിലുള്ള സർവീസും പ്രോഡക്റ്റും നൽകുന്ന രീതിയിലുള്ള ഒരു ബിസിനസ് ആശയം കൊണ്ടുവരികയും എത്രത്തോളം മാർക്കറ്റിൽ അതിൻ്റെ വാല്യൂ ഉണ്ട്, എത്രത്തോളം ബിസിനസ് അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു പഠനം നടത്തുക. തീർച്ചയായിട്ടും ആദ്യത്തെ സ്റ്റെപ്പ് പൂർത്തിയായി. രണ്ടാമത്തെ സ്റ്റെപ്പ് വരുന്നത് ബിസിനസിൻ്റെ വിഷനും മിഷനും പ്ലാൻ ചെയ്യുക എന്നുള്ളതാണ്. നമ്മളെന്ന് പറയുന്ന വ്യക്തി ബിസിനസ് റൺ ചെയ്യാൻ പോകുന്ന, ബിസിനസ് സെറ്റപ്പ് ചെയ്തെടുക്കുന്ന വ്യക്തികളുടെ എന്തൊക്കെ മൂല്യങ്ങളിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്, ഏത് രീതിയിലുള്ള ഒരു കൾച്ചർ ആയിരിക്കണം നിങ്ങളുടെ ബിസിനസിൻ്റെ ഓപ്പറേഷൻ ഉണ്ടാവേണ്ടത്, ബിസിനസിൻ്റെ സ്ഥാപനത്തിനുള്ളിൽ ഉണ്ടാവേണ്ടത്, സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്, ആ കൾച്ചറിനെ കുറിച്ചൊരു ഏകദേശ ധാരണ വേണം. അതിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വിഷൻ സെറ്റ് ചെയ്യുക, അതുപോലെ ഒരു മിഷൻ സെറ്റ് ചെയ്യുക. ഇത്ര വർഷത്തിനുള്ളിൽ നിങ്ങൾ എവിടെ എത്തും, എങ്ങനെയുള്ള കാര്യങ്ങൾ എത്തും, നിങ്ങളുടെ ഗോൾ എന്താണ്, അതെല്ലാം ഓരോന്നായിട്ട് എഴുതി വെക്കുക. ഒരു ധാരണ ഉണ്ടായിരിക്കണം. ഈ രണ്ടാമത്തെ സ്റ്റെപ്പ് പൂർത്തിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പിന്നീട് ചെയ്യേണ്ട മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബിസിനസ് സെറ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ബിസിനസ്സിൻ്റെ ലീഗലായിട്ടുള്ള എല്ലാ വശങ്ങളും പഠിച്ചിട്ട് അതിനെ രജിസ്റ്റർ ചെയ്യുക. കമ്പനിയായിട്ടോ അല്ലെങ്കിൽ പാർട്ണർഷിപ്പായിട്ടോ അതല്ലെങ്കിൽ ട്രഡീഷണൽ പാർട്ണർഷിപ്പ് മെത്തേഡിലോ ഏതൊക്കെ രൂപത്തിലാണോ, പ്രൊപ്പറേറ്റർഷിപ്പ് ആയിട്ടാണോ, ഏത് രൂപത്തിലാണോ നിങ്ങൾക്ക് വേണ്ടത് ആ രൂപത്തിൽ നിങ്ങൾ ബിസിനസ്സിനെ രജിസ്റ്റർ ചെയ്യുക. അതിന് വേണ്ട രീതിയിലുള്ള ലൈസൻസും കാര്യങ്ങളും എല്ലാം എടുക്കുക. ഓക്കെ, അത് എടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓഫീസ് സ്റ്റാർട്ട് ചെയ്ത് ഏത് രീതിയിലായിരിക്കണം, എത്രത്തോളം ഇൻവെസ്റ്റ്മെൻറ്റ് അതിന് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും, അതുപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഫണ്ടിങ്ങും കാര്യങ്ങളും എല്ലാം ഈ ബിസിനസ് സെറ്റപ്പ് ചെയ്തെടുക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത്. നാലാമത്തെ സ്റ്റെപ്പ് വരുന്നത് ബിസിനസ്സിന് ഒരു ഓപ്പറേഷൻ പ്ലാൻ തയ്യാറാക്കുക എന്നുള്ളതാണ്. അതിൻ്റെ പ്രോസസ്സ് ഡിസൈൻ ചെയ്യുക. അതായത് നിങ്ങൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലും എത്രത്തോളം ഉണ്ടായിരിക്കണം, ഒരു പ്രോഡക്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് ക്രിയേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അത് പർച്ചേസ് ചെയ്തിട്ട് ആ പർച്ചേസിങ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്, അത് ഡെലിവർ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്, അതിൻ്റെ ക്വാളിറ്റി ചെക്കിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്, HR ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, അതേപോലെ തന്നെ നിങ്ങളുടെ റിക്രൂട്ടിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് നടക്കേണ്ടത്, നിങ്ങളുടെ കസ്റ്റമേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് എങ്ങനെയാണ് നടക്കേണ്ടത്, ലീഗലായിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എങ്ങനെയാണ്, അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നതാണ് നാലാമത്തെ സ്റ്റെപ്പ്, പ്രോസസ് പ്ലാനിങ്, ഓപ്പറേഷൻ പ്ലാനിങ് എന്ന് പറയും. അപ്പോൾ ഇത്രയും സ്റ്റേജുകൾ നിങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യ പകുതി പൂർത്തിയായി എന്നർത്ഥം. വിജയകരമായിട്ട് നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ലെവലിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞു. അടുത്ത സ്റ്റെപ്പ് കൂടുതൽ വിഷയങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത വീഡിയോയിൽ വരുന്നതാണ്. പക്ഷേ ഇതിൻ്റെ കൂടെ വേറൊരു കാര്യം പറയാനുള്ളത്, നിങ്ങൾക്ക് ബിസിനസ്സിനെ കുറിച്ച് വളരെ ആഴത്തിൽ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ടിപ്സുകൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ ബിസിനസ്സിനെ കുറിച്ച് പഠിക്കണം. പഠിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാൻ പറ്റും, വരാൻ പോകുന്ന പരാജയങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. പലരും പല മേഖലയിലോട്ടും ബിസിനസ്സിലോട്ടും ഇറങ്ങുന്നത് പഠിക്കാതെയാണ്. അപ്പോൾ ആഴത്തിൽ പഠിച്ചുകൊണ്ട് ബിസിനസ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. 96% ബിസിനസ്സും വിജയിക്കുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പഠിക്കാതെയാണ് ബിസിനസ് ചെയ്യുന്നത്. ബിസിനസ് വളരെ പഠനം ആവശ്യമായിട്ടുള്ളതാണ്. അപ്പോൾ അനുഭവത്തിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമല്ല ബിസിനസ് എന്ന് പറയുന്നത്. അതിന് മുൻപേ പഠിച്ച് തയ്യാറായിട്ട് ഇറങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അനുഭവങ്ങളിലുള്ള പാഠങ്ങളിൽ നിന്നുണ്ടാകുന്ന നഷ്ടങ്ങൾ നമുക്ക് കുറക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു ബിസിനസ് കെട്ടിപ്പടുക്കാൻ പറ്റും. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് ഷാഫി ഇൻസ്പയേഴ്സ് ഒരുക്കുന്ന ഒരു ട്രെയിനിങ് വർക്ക്ഷോപ്പാണ് ബിസിനസ് നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്ന വർക്ക്ഷോപ്പ്. ഈ വരുന്ന മാസം 12, 13 തീയതികളിൽ 2 ദിവസത്തെ ഇൻറ്റൻസീവ് ട്രെയിനിങ് ആയിട്ട് നിങ്ങളിലോട്ട് വരുന്നുണ്ട്. കോഴിക്കോട് വെച്ചിട്ടാണ് ട്രെയിനിങ് വർക്ക്ഷോപ്പ് നടക്കുന്നത്. നിങ്ങളതിൽ പങ്കെടുക്കുക. അതിൽ ഒരു ബിസിനസ് എങ്ങനെ നമുക്ക് ആരംഭിക്കാം, അതിനെ നെക്സ്റ്റ് ലെവലിലോട്ട് എങ്ങനെ കൊണ്ടുപോകാം, നിലവിൽ ആരംഭിച്ചിട്ടുള്ള ബിസിനസ്സിനെ എങ്ങനെ പുതിയതായിട്ട് ഇന്നോവേഷൻ നടത്തിയിട്ട് ലെവലിലോട്ട് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, പുതിയ രീതിയിലുള്ള മാർക്കറ്റിംഗ് മെത്തേഡുകൾ എന്തൊക്കെയാണ്, ബ്രാൻഡിങ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ്, ടീമിനെ നമ്മൾ എങ്ങനെ ബിൽഡ് ചെയ്തെടുക്കണം, നമ്മൾ ഏത് രീതിയിൽ അവരെ മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും, ഇങ്ങനെ കംപ്ലീറ്റ് പ്രോസസ്സ് നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, വരിക, അറ്റൻഡ് ചെയ്യുക. നിങ്ങളുടെ ബിസിനസ് ഹ്യൂജ് ലെവലിലോട്ട് റൺ ചെയ്യാൻ നിങ്ങൾക്ക് അതിനുവേണ്ടി സാധിക്കണം. അതിന് സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇപ്പോൾ പിൻവാങ്ങുന്നു. ട്രെയിനിങ് പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക. നിങ്ങളുടെ ആ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ അന്ന് അവിടെ വെച്ചിട്ട് കാണാമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇപ്പോൾ പിൻവാങ്ങുന്നു. ദിസ് ഈസ് ഷാഫി മുഹമ്മദ്. സീ യു ലേറ്റർ. ബൈ. ടേക്ക് കെയർ.